കോഴിക്കോട് KSRTC ടെർമിനലിൽ ജിപ്സം സീലിംഗ് അടർന്നു വീണ അപകടം. 2 യാത്രക്കാർക്ക് പരിക്കേറ്റു. യാത്രക്കാരുടെ ഇരിപ്പിടത്തിലേക്കാണ് സീലിംഗ് അടർന്നു വീണത്. KSRTC ടെർമിനലിൽ ബസ് കാത്തുനിന്ന യാത്രക്കാരുടെ തലയിലേക്കാണ് ജിപ്സം സീലിംഗ് അടർന്നു വീണത്. ഏതായാലും അതൊരു അതിഗുരുതരമായ സാഹചര്യം തന്നെയാണ് ടെർമിനലിലുള്ളത്. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ടെർമിനലിന്റെ 1-ാം നിലയിൽ നിന്നുള്ള കാഴ്ചകളാണ്. അതായത് യാത്രക്കാരുടെ തലയിലേക്ക് അടർന്നു വീണത് താഴത്തെ നിലയിലാണ്. എൻ്റെ മുകളിലേക്ക് കൂടി നമ്മളൊന്ന് വന്ന് സ്ഥിതിഗതികൾ പരിശോധിക്കുകയാണ്. ഇവിടെ നോക്കുക എന്തൊരവസ്ഥയാണ് ഈ ഒരു കെട്ടിടത്തിൻ്റെ ഇതെന്നത്. സീലിംഗ് ഇങ്ങനെ അടർന്നു വീണ് തവിട് പൊടിയായി കിടക്കുകയാണ്. ഒപ്പം തന്നെ ഈ ചോർച്ച ഉണ്ട് എന്ന് നമുക്ക് തോന്നുകയാണ്. അല്ലെങ്കിൽ മഴ പെയ്ത് ജനാലകളിലൂടെ വെള്ളം അടിച്ചകത്തേക്ക് ഒരുപാട് കയറിയിട്ടുണ്ട് എന്നതാണ് സ്ഥിതി. കാരണം ഇവിടെയൊക്കെ ഇങ്ങനെ വെള്ളക്കെട്ട് ചെറിയ രീതിയിൽ കാണാനും കഴിയുന്നുണ്ട്. അതുകൊണ്ട് തെന്നലുണ്ട്, വീഴാതെ സൂക്ഷിക്കുക എന്ന മുന്നറിയിപ്പ് ബോർഡ് ഇവിടെ വെച്ചിരിക്കുകയാണ്. ഈ 1-ാം നിലയുടെ അങ്ങേ അറ്റത്തായി ഭക്ഷണശാലകൾ പ്രവർത്തിക്കുന്നുണ്ട്. യാത്രക്കാർ കയറി വരുന്നതാണ്, KSRTC ജീവനക്കാരൊക്കെ കയറി വരുന്നതാണ്. അവർക്കൊരു മുന്നറിയിപ്പ് എന്ന വണ്ണം തെന്നലുണ്ട്, വീഴാതെ സൂക്ഷിക്കുക എന്നൊരു ബോർഡാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഈ ടെർമിനൽ നിർമ്മിക്കുന്നത് കോടികൾ ചിലവഴിച്ചാണ്. ഒരു വലിയ വ്യാപാര സമുച്ചയം എന്നതായിരുന്നു ലക്ഷ്യം. പിന്നീട് പക്ഷേ വർഷങ്ങൾ കൊണ്ട് തന്നെ കെട്ടിടത്തിന് ബലക്ഷയമുണ്ട് എന്നൊരു കണ്ടെത്തലിലേക്കാണ് പോയിരുന്നത്. അതിനുശേഷം മദ്രാസ് IITയുടെ പരിശോധനകളൊക്കെ നിരവധി തവണ നടന്നു വന്നതാണ്. ഈ കാണുന്ന ഈ തൂണുകളൊക്കെ, ഇവിടെ ഒരുപാട് തൂണുകൾ, ബീമുകളുണ്ട്. ഇതിനൊക്കെ ബലക്ഷയമുണ്ടെന്നാണ് ഈ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നത്. ബലപ്പെടുത്തണമെങ്കിലും കോടിക്കണക്കിന് രൂപ വീണ്ടും ചെലവഴിക്കേണ്ടതായി വരുമെന്നും കണ്ടെത്തിയിരുന്നു. അതിൻ്റെയൊക്കെ നടപടികൾ എന്തായി എന്നുള്ളത് പിന്നീട് വകുപ്പിൽ നിന്ന് കൃത്യമായൊരു മറുപടി ലഭ്യമായിട്ടുമില്ല.